ഇടുക്കി ചിന്നക്കനാൽ നേതാജി കോളനിയിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുണ്ടമല ഡിവിഷൻ നേതാജി കോളനി സ്വദേശി രാജു മുരുകനാണ് അറസ്റ്റിലായത്. ഭാര്യ കൗസല്യയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ ശാന്തൻപാറ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജനുവരി 27-നാണ് കൗസല്യ ആത്മഹത്യ ചെയ്തത്. സംഭവത്തിന് പിന്നാലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. വിവാഹിതരായി 3 വർഷം പിന്നിട്ട ദമ്പതികളാണ് രാജുവും കൗസല്യയും. കഴിഞ്ഞ കുറച്ചു കാലമായി കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഭർത്താവിന്റെ ശാരീരികവും മാനസികവുമായി ഉണ്ടായിരുന്ന നിരന്തര പീഡനങ്ങളാണ് യുവതിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. സംഭവത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കൗസല്യ ശാരീരിക പീഡനങ്ങൾക്ക് ഇരയായിരുന്നുവെന്ന് വ്യക്തമായതോടെയാണ് രാജു മുരുകനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചതെന്ന് മൂന്നാർ ഡിവൈഎസ്പി ആർ ചന്ദ്രകുമാർ പറഞ്ഞു. ശാസ്ത്രീയ പരിശോധന നടത്തിയ എല്ലാ റിസൾട്ടുകളും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒക്കെ ഈ കൗസല്യ കൊടിയ പീഡനങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സാക്ഷിമൊഴികളിലും സ്ത്രീയെ സന്തോഷവതിയായിട്ട് കണ്ടിട്ടില്ല എന്നാണ് നാട്ടുകാരും മറ്റ് സാക്ഷികളും ഒക്കെ പറയുന്നത്. ഭർത്താവിൻ്റെ പീഡനം മൂലമാണ് ഇത്തരത്തിലൊരു മരണം സംഭവിച്ചെന്ന് വെളിവായിട്ടുള്ള സ്ത്രീയുടെ ഭർത്താവായ രാജുവിനെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ച ഒരു കേസായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ആ മരിച്ച സ്ത്രീയുടെ ഭർത്താവിനെ ഇന്ന് അറസ്റ്റ് ചെയ്തത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ബന്ധുക്കളുടെ മൊഴികളും ഉൾപ്പെടെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് രാജു മുരുകനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.